ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു, നമ്മൾ സാധാരണ ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ പറ്റി, മനഃശാസ്ത്ര മേഖല ഭയങ്കര സജീവമാണല്ലോ ഇപ്പം. പക്ഷേ ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ പറ്റിയൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ദമ്പതികളുടെ മനഃശാസ്ത്രത്തെ പറ്റി എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്നൊക്കെ ഒന്നറിയാലോ. ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം, പുരുഷനൊരാൾ സ്ത്രീ ഒരാൾ, അവരുടെ മാനസിക വികാരങ്ങൾ, മനസ്സിൻ്റെ കാഴ്ചപ്പാടുകൾ, വൈകാരിക തലങ്ങൾ ഒറ്റയ്ക്ക്. ദാമ്പത്യ മനഃശാസ്ത്രത്തിൽ ഒരുമിച്ച് കൂടുകയാണ്, പിന്നെ ഒന്നിച്ചാണിത് വരുന്നത്. അതുകൊണ്ടാണ് കല്യാണം വരെ 2 കാലിലോട്ടം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ 3 കാലിലോട്ടമാണ്. ഒറ്റയ്ക്ക് ഫ്രീഡമില്ലല്ലോ, 2 പേരുടെയും കൂടെ ഓരോ കാല് കൂട്ടിക്കെട്ടുന്നുണ്ട്. 4 കാലിൽ ഓടാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ ഒരുമിച്ചാണ് 3 കാലിൽ ഓടാൻ പറ്റുള്ളൂ. ഓട്ടോറിക്ഷയുടെ 3 വീല് പോലെ അങ്ങനെ ഓടണം. അപ്പോൾ അങ്ങനെ ഓടുമ്പം ഭാര്യയുടെ മനഃശാസ്ത്രം ഭർത്താവ് അറിയണം, ഭർത്താവിൻ്റെ മനഃശാസ്ത്രം ഭാര്യ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ ഓട്ടം എളുപ്പമാവും. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സൈക്കിളിൻ്റെ ടയറും വലിയ പാണ്ടിലോറിയുടെ ടയറും കൂടെ വെച്ച പോലെ 2 വീലാവും. അത് ശരിയാകത്തില്ല. ശരിക്കും പൊക്കവും വണ്ണവും നീളവും ഒക്കെ ഏതാണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ, കുറച്ച് താന്നു കൊടുത്തും കുറച്ച് പൊങ്ങി നിന്നും ഒക്കെ വേണ്ടേ ഓടാൻ. അതെ, ഇങ്ങനെ വിജയിക്കത്തുള്ളൂ. ഈ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ വരാറില്ലേ കൗൺസിലിംഗ് കേസുകളൊക്കെ ആയിട്ട്? അതായത് ഈ പലപ്പോഴും പറയാറുണ്ട്, ഈ പുരുഷന്മാർ ഈ സ്ത്രീകളെ അങ്ങോട്ട് ശരിക്കും കാര്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് പുറകിലാണോ എന്ന് സംശയം തോന്നാറുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളുടെ വികാരങ്ങൾ, അവരുടെ ഒരു ഹോർമോണൽ ഇഷ്യൂസ്, അവർക്ക് വരുന്നൊരു മാനസിക ക്ലേശങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് ഇച്ചിരി ഒരു പുറകോട്ടൊരു വലിവുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്നാൽ സ്ത്രീകൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി മാനസികമായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ശരിയാണോ എന്നറിയില്ല. പോയിൻ്റ് കറക്റ്റാണ്. പക്ഷേ അതിന് വ്യത്യാസം ഇതാണ്. ആണുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഓർമ്മ, ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ശരി, എൻ്റെ വാക്കാണ് അവസാന വാക്ക്, എൻ്റെ ചിന്തകളാണ് യഥാർത്ഥ ചിന്താധാര, ആ രീതിയിൽ ഓടി നടക്കും. പക്ഷെ അവൻ ഓർക്കണം, ഒരുപക്ഷെ അവൻ മുയലാണെങ്കിൽ ഭാര്യ ആമയാവും. അപ്പം മുയലിനൊപ്പം പിടിക്കാൻ ആമയ്ക്ക് പറ്റിയിരിക്കുകയല്ല. ചിലപ്പം ഭാര്യ മുയലായിരിക്കും, കെട്ടിയവൻ ആമയായിരിക്കും. ആ സ്പീഡ് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇല്ലെന്ന് വരിയില്ല. എപ്പോഴും കുറ്റം പറയും, ഒപ്പം നിൽക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ജൂബിലി ആയാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം ഒന്നാമത് വായനയില്ല, അറിവില്ല, ചുമ്മാ കല്യാണം കഴിച്ചെങ്കിൽ ജീവിക്കുന്നു. ഇന്ന് പിന്നെ സഭയിലൊക്കെ വിവാഹ വിജ്ഞാന സെമിനാറുകളും കോഴ്സും ഉള്ളതുകൊണ്ട് ഒത്തിരി കൂടെയൊക്കെ മനസ്സിലാക്കുന്ന രീതി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അല്പം ഒന്ന് വെറുതെ ഒന്നിരുന്ന് കേട്ടാൽ തന്നെ മതി. ഭർത്താവ് ഭാര്യയെ ഒന്ന് കേൾക്കണം, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ ഒന്ന് കേൾക്കണം, മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്നതൊക്കെ ശരിയെന്ന് ഭാര്യ കരുതരുത്, എൻ്റേത് മാത്രമാണ് കറക്റ്റ് ഇവാലുവേഷൻ എന്ന് ഭർത്താവും കരുതരുത്. അത് 3 കാലിലോട്ടം, അതാണ് 3 കാലിലോട്ടം. ഇപ്പം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പം 2 4 ഒരുമിക്കുമ്പം 2 3/4 ആവും, 2 4/4 ആവും. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ പുണ്യവും തേരിയും പറയാം, പക്ഷേ ജീവിതം വിജയിക്കുകയില്ല. നമ്മളീ പലപ്പോഴും പറയാറുണ്ട്, ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസ് അല്ലേ, ഈ മാനസിക പ്രശ്നം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന്. സത്യത്തിൽ ഈ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അങ്ങനെയല്ലേ? ഈ നടുവേദന സ്ത്രീകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ തന്നെ പകുതി അസുഖങ്ങൾ വരെ മാറുകയല്ലേ അച്ഛാ? ചിലത് ഈ സ്ഥായിയായ രോഗങ്ങളുണ്ട്, അത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ വേറെ ഒരുപാട് ഇതിൽ വരാം. ഒരുപാട് നാൾ എപ്പോഴും പൊട്ടി കഴുത കൊള്ളുകയല്ലാത്തവൾ എന്ന് പറഞ്ഞ് വന്നാൽ ഡിപ്രഷനുള്ള ഭാര്യയായിട്ട് മാറും. ഭർത്താവിനെ കൊണ്ട് തന്നെ കാക്കാശിന് കൊള്ളാവുള്ളൂ, വെറും കിഴങ്ങൻ, വേറെ എത്ര നല്ലവർ വന്നതാണ് തന്നെയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ്റെയും കപ്പാസിറ്റി കുറഞ്ഞു പോകും. പോലെ കുഞ്ഞുങ്ങളോട് ചുമ്മാ പൊട്ടന അങ്ങനെ പറഞ്ഞാൽ പൊട്ടപ്പിള്ളേരായിട്ട് മാറും. അപ്പോൾ ഈ വർത്തമാനങ്ങൾ നമുക്ക് മുറിവ് സൃഷ്ടിക്കാം, സംസാരങ്ങൾ മുറിവ് സൃഷ്ടിക്കാം. ഈ കൊല്ലുന്ന വാക്കുകൊണ്ട് വളർത്തുന്ന വാക്കുകൊണ്ട് പലപ്പോഴും കുടുംബത്തിൽ പലപ്പോഴും കൊല്ലുന്ന വാക്കാണ്. വളർത്തുന്ന വാക്ക് പറയാൻ തോന്നിയാലും പറഞ്ഞു വരുമ്പം കൊല്ലുന്ന വാക്കായിട്ട് മാറും. അപ്പം അത് ബാധിക്കും. ഒരുപാട് നാളത്തെ ടെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അൾസർ, അസിഡിറ്റി, ഭക്ഷണം കഴിക്കാതെ വരിക, പുളിച്ച് തട്ടുക, ദഹനക്കുറവ്, പിന്നെ നിരാശ വരുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം കുറയുക. അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ സ്ത്രീയിൽ പുരുഷനുണ്ടാകാറുണ്ട്. സ്ത്രീ പറയുമ്പം അത്രയും പുരുഷന് വരികയില്ല, കാരണം അവന് പല പല വഴികൾ വേറെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞും വെച്ചും പോവും. ഒറ്റയ്ക്ക് പരിക്കകത്തിരിക്കുന്ന സ്ത്രീയിൽ ഇത് ഒരുപാട് ബാധിക്കും.
ജോലിയുള്ളവരാണെങ്കിൽ അത്രയും ബാധിക്കുകയില്ല, കുറേ ആയമുണ്ട്. അപ്പോൾ ആണുങ്ങൾ മനസ്സിലാക്കണം, അടുക്കളയിൽ തന്നെ ജീവിക്കുന്ന ഒരമ്മ, ഒരു ഭാര്യയാണെങ്കിൽ കൂടുതൽ കരുതലും കൂടുതൽ വർത്തമാനവും കെയറും കൊടുക്കണം. ജോലിക്ക് പോകുന്നവളാണെങ്കിൽ ബഹുമാനവും കൊടുക്കണം. ഇത്രയും ഷെയറിങ് ഇല്ലെങ്കിലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് ജീവിത നിലവാരമാണോ അന്തരീക്ഷമാണോ അത് നമ്മൾ നോക്കണം. ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയിൽ എളുപ്പമാണ്, നഗരത്തിൻ്റെ നാട്യങ്ങളിൽ അത്ര എളുപ്പമല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ചില പെൺകുട്ടികളൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട്, ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നടന്നിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ ഒതുങ്ങിപ്പോയി, ആരുമില്ല, സുഹൃത്തുക്കളില്ല, ആരോടും അധികം സംസാരിക്കത്തില്ല, ഇങ്ങനെ ഒതുങ്ങി പോകുന്നത് കാണാറുണ്ട്. ശരിക്കും അതിങ്ങനത്തെ ചില സംസാര രീതികൾ കൊണ്ടൊക്കെ അല്ലേ കുടുംബത്തിലെ? അതുകൊണ്ട് പിന്നെ ചില ആണുങ്ങളുടെ സ്വഭാവം കൊണ്ടുണ്ട്. സംസാരം മാത്രമല്ല, സ്വന്തം ആങ്ങളോട് പോലും അല്പം കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കുന്ന ദുഷിച്ച മനസ്സുള്ള ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ഒത്തുകല്യാണം വരെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കസിൻസൊക്കെ വന്ന് ഇവളെ ഹഗ് ചെയ്തു കെട്ടിപ്പിടിച്ച് അവരുടെ പാരമ്പര്യം അവൻ പൊട്ടിത്തെറിച്ചു. എനിക്കത് ഇഷ്ടമില്ല, ഈ ആറ്റിറ്റ്യൂഡ് വരും. അത് തിരിച്ചുകൊണ്ട് പുരുഷന്മാരോടും ഉണ്ടല്ലോ അങ്ങനെ. പക്ഷേ അത് രണ്ടിടത്തുണ്ട് കേട്ടോ. പക്ഷേ അത് കൂടുതൽ പ്രതിഫലിക്കുന്ന സ്ത്രീയിലാണ്. പുരുഷനോട് സ്ത്രീ പറഞ്ഞാലും അവൻ്റെ ലോകം വേറെ ആയതുകൊണ്ട് അവന് പോകുന്ന വഴികൾ വേറെയുണ്ട്. ഇവളെ സംബന്ധിച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ആരോടും മിണ്ടാൻ പേടിയാവും, വർത്താനം പറയാൻ പേടിയാവും. സ്വാഭാവികമായിട്ട് അവൾ എക്സ്ട്രോവേർട്ടായി അവൾ നേരെ യൂട്ടേൺ അടിച്ച് ഇൻട്രോവേർട്ടാവും. കുറേ കഴിയുമ്പോഴത്തേന് മൂകമാവും, വൈദ്യുതസുഖങ്ങൾ ആരംഭിക്കും, തലവേദന ആരംഭിക്കും, എത്ര മരുന്ന് ചെയ്താലും മാറാത്ത രോഗങ്ങൾ ആരംഭിക്കും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ തളർന്നു കിടന്നപ്പം ക്രിസ്തു പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്, നിൻ്റെ തളർച്ച മാറ്റിയെന്നല്ല. കാരണം മൂലകാരണങ്ങൾ പലതുകൊണ്ട് അത് മാറുമ്പോഴാണ് ബാക്കിയുമായിട്ട് മറ്റുള്ളത് സംഭവിക്കുക. അപ്പോൾ നമ്മൾ അടയാളങ്ങളെ ചികിത്സിച്ചാൽ പോരാ, അടിസ്ഥാന കാരണതയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു ചിന്ത. സ്ത്രീ വന്നാൽ ഭർത്താവും ഒത്തിരി അസ്വസ്ഥനാകും. എപ്പം ഫോൺ വിളിച്ചാലും അവൾ ശ്രദ്ധിക്കുന്നു, ഇവിടുന്ന് വിളിച്ചാൽ അവൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ബലം പോവും, ഒരു മ്യൂച്വൽ ഫെയ്ത്ത്ഫുൾനെസ് തന്നെ ഒരു മങ്ങൽ വരും. ശരിക്കും പറഞ്ഞാൽ ഈ പൊസസീവ്നെസ് ആണല്ലോ അച്ഛനെ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പിന്നിൽ. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു വലിയ അപകടമാണല്ലോ. നമുക്ക് എങ്ങനെ അതിന് കുറച്ച് ടിപ്സ്, അതിനെ ഒന്ന് നേരിടാൻ പറ്റിയൊരു ടിപ്സ്, ഈ പറഞ്ഞതൊക്കെ അതിൽ പെടുന്നതാണല്ലോ. അതിനൊരു ടിപ്സ് എന്ന് പറയാൻ ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പം ജീവിതം ഇതാണ്. എനിക്ക് എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ സഹോദരന്മാരുണ്ട്, എൻ്റെ നീസും കസിൻസും കുടുംബാംഗങ്ങളും ഉണ്ട്. ഞങ്ങൾ ജനിച്ചു വന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ജീവിതശൈലി തുടരും. അത് നീ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും മോശമായത് കണ്ടില്ലെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഇതാണ്. അവൻ പറഞ്ഞു കൊടുക്കണം, അവിടുന്ന് ശാന്തമായിട്ട് കേൾക്കണം. അത് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞല്ല, കല്യാണത്തിന് ആദ്യ നാളുകളിൽ തന്നെ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പറയണം, എൻ്റെ ആങ്ങളമാരെ കസിൻസ് ഒത്തിരി പേരുണ്ട്, ഞങ്ങളൊരു ഫ്രീ വേൾഡാണ്. പക്ഷേ ചേട്ടൻ്റെ വേൾഡ് അല്പം കൂടെ റിജിഡായിരിക്കാം. ഞങ്ങളിതിനെ കൂടെ ഫ്രീ ആയിട്ട് വളർന്നുണ്ടാവും. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കല്ല, അത് ആദ്യമേ പറയുക. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞു വെച്ചാൽ എളുപ്പമാണ്. അല്ല എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വിശ്വസിക്കുകയല്ല. ആരംഭത്തിൽ എന്തെങ്കിലും പറഞ്ഞ് രണ്ടുപേരും ക്ലിയർ ചെയ്യണം. അതിനുള്ളിൽ അതൊരു മാർഗ്ഗമേ ഉള്ളൂ. പിന്നെ ചിലർ ഇതിൽ അസുഖക്കാരെ സംശയരോഗം പോലെ, അതിന് പിന്നെ നമുക്ക് ചികിത്സിപ്പിക്കാന്നുള്ളൂ. ഞരമ്പൊക്കെ തണുക്കാനുള്ള ചികിത്സ കൊടുക്കുക. അപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ സംശയരോഗം മാത്രമല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഡിവോഴ്സൊക്കെ അനുവദിക്കുന്നത് ഈ മാനസിക രോഗം ഉണ്ടായിരിക്കുക, അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. പക്ഷെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാവരും മാനസിക രോഗികളാണ്. എല്ലാവർക്കും ഇച്ചിരി ഡിപ്രഷൻ, ഇച്ചിരി ആങ്സൈറ്റി ഇല്ലാത്ത മനുഷ്യരില്ലെന്ന് പറയുന്ന പോലെ. പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരുപാട് കേസുകൾ അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ? വേണോ വേണ്ടയോ, അത് ഡിവോഴ്സ് ഫയൽ ചെയ്യണോ, ഇതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരില്ലേ? കല്യാണം കഴിഞ്ഞുള്ള മാനസിക രോഗമാണെന്ന് വരികിൽ അത് സഹിക്കാന്നുള്ളതേ ഉള്ളൂ. അത് ഡൈവോഴ്സിൻ്റെ കാരണമല്ല. കാരണം അത് ഏതോ ഒരു ക്യാൻസർ വന്ന പോലെ, ഒരു സോറിയാസിസ് വന്ന പോലെ മനസ്സിൻ്റെ ഇതായിട്ട് വന്നു. അപ്പോൾ അത് ഓക്കെ, ഞാനത് മാനേജ് ചെയ്യും. ആ രീതി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ചിലർ പറയാച്ചോ എന്നാ ഭ്രാന്ത് വന്നാലും ദൈവം ഏൽപ്പിച്ചതല്ലേ, ഞാൻ ബാക്കി ചെയ്യും. അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്. ചിലർ അതിൻ്റെ പേര് ഇഷ്യൂ ആക്കുന്നവരുണ്ട്. അതേസമയത്ത് കല്യാണത്തിന് മുമ്പുണ്ടെന്ന വരിയിൽ ആ കല്യാണം വാലിഡല്ല, സഭയിലുമല്ല കോടതിയിലുമല്ല. കാരണം നമ്മൾ ഫേസ് ചെയ്ത അതിന് മുമ്പ് ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു, മറച്ചു വെച്ച ആളായിരുന്നു. ആ മറച്ചു വെച്ചെങ്കിൽ ആ കല്യാണം പൂർണ്ണ അറിവോടും സമ്മതത്തോടുള്ളതല്ല, കബളിപ്പിക്കപ്പെട്ടതാണ്. അതിനാണ് കോടതിയിലും എല്ലായിടത്തുമുള്ള ഒരു പോസിറ്റീവ് സൈഡ്. ഇപ്പം അതിനെ നോക്കും,
പണ്ട് കഴിച്ച മരുന്നിൻ്റെ ഗുളിക, അതിൻ്റെ ലിസ്റ്റ്, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ കണ്ടുപിടിക്കും. പിടിച്ചു കൊടുത്താൽ അത് ഇൻവാലിഡ് ആവും. അങ്ങനത്തെ കേസുകൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വരികയല്ല, കോടതിയിലേ പോകുള്ളൂ. നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴും നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റുകയില്ല. പറ്റുമെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് സഹിച്ചു പോകും. ഇനി അല്ല 2 കുഞ്ഞുങ്ങളും ആയല്ലോ, അവരെ പ്രതി ജീവിക്കും, അങ്ങനെയൊക്കെ ഉപദേശം പറഞ്ഞു വിടും. പക്ഷേ അത് നിയമപരമായിട്ടൊന്നും കഴിയുമ്പോഴത്തേന് ആ ഉപദേശത്തിന് വിലയില്ല. ലീഗൽ പോയിൻ്റ് ഉണ്ട് അതിനകത്തെ, സഭയിലുമുണ്ട് കുടുംബ കോടതിയിലുമുണ്ട്. നേരെ ചിലർ എത്ര പറഞ്ഞാലും സഹിക്കാൻ പറ്റില്ലാത്ത രീതി വരുമ്പം പിരിയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണല്ലോ. നിയമത്തിൻ്റെ വശത്തിൽ പോകാൻ പറയും. നമ്മൾ അച്ഛൻ്റെ രീതിയിൽ നിങ്ങൾ പിരിയുന്നതല്ല എന്ന് പറയുകയില്ല. അതങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് ഓർത്താലും പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ലീഗൽ സിസ്റ്റത്തിലേക്ക് പറഞ്ഞു വിടും, അതിൻ്റെ തീരുമാനം നിങ്ങളെടുക്കാൻ പറ്റും. പക്ഷേ ഈ മാനസിക രോഗം അല്ലാതെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുറേ മനുഷ്യരുണ്ടല്ലോ, പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യലാത്തവർ, അങ്ങനെ ഇങ്ങനെയൊക്കെ, ഇവരെയൊക്കെ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യുന്നത്? അവരോട് നമ്മൾ ഒരു കൗൺസിലിംഗ് പറഞ്ഞു കൊടുക്കുന്നത് ഭർത്താവിൻ്റെ ഇന്ന പെരുമാറ്റ പ്രത്യേകതകൾ ഇതാണ് മോളെ, നീ അത് സ്വീകരിക്കുക. അവനോടും പറയും വ്യക്തിയുടെ വ്യത്യാസമാണ് സ്വീകരിക്കുക. അപ്പോൾ ചിലർ ഒട്ടും മേലാത്ത ശാരീരിക അറ്റാക്കിലേക്കൊക്കെ വരുന്നതാണെന്ന് വരിയിൽ അവർ പിരിഞ്ഞു പോകണം. കാരണം അങ്ങനെ ഒരു ജീവൻ ജീവിക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒട്ടും ചേരാത്ത ഒരാളെ ഒരു പെരുമ്പാമ്പ് കോഴിപ്പടെ ജീവിതസാഖിയാക്കി വെച്ചുകൊണ്ട് കാലാകാലം ജീവിക്കുക, എവിടെയും വിഴുങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ളവർ അവരുടെ വഴിക്ക് പോകുന്നതാണ് നല്ലത് നിയമപരമായിട്ട്. പക്ഷെ നമ്മൾ കല്യാണമായതുകൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരുമിച്ച് നിർത്താനേ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷേ അവരുടെ ജീവിതം നരകമാകുന്നെങ്കിൽ അത് നരകമാക്കാതിരിക്കാനുള്ള വഴി അവർ തന്നെ കണ്ടെത്തണം. അതാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം. സാധാരണ ശരിക്കും സഭ ചിലപ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഔദ്യോഗിക സഭ അംഗീകരിക്കത്തില്ല, നമ്മുടെ അച്ഛൻ രീതിയിലും അംഗീകരിക്കത്തില്ല. പക്ഷേ പേഴ്സണലി പറയുവാണെങ്കിൽ ചില അങ്ങനെ ജീവിക്കേണ്ടവരല്ല. കലാകാലം നരകം തീർന്ന് അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ കാലാകാലം അങ്ങനെ ആകുന്നത് അതാരും പറഞ്ഞില്ല, ആരും പഠിപ്പിച്ചില്ല. നമ്മൾ പിരിയലെന്ന് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം ചുമ്മാ കുത്തഴിഞ്ഞ് ജീവിതം വരരുത്. ഒരു ചിട്ട വേണം, ക്രമം വേണം, സോഷ്യൽ സെക്യൂരിറ്റി വേണം. അതിൻ്റെയൊക്കെ ഇതിലാണ് പറയുന്നത്. മക്കൾ ഒരു നല്ല ബിൽഡ് ടുഗദർ ആകണം. അല്ലെങ്കിൽ എല്ലാവരും മാറി മാറി ഡൈവേഴ്സായിട്ട് പോയാൽ പറ്റിയല്ലോ. അപ്പം ആ രീതിയിൽ പറയാം. പക്ഷേ എക്സെപ്ഷണൽ കേസുകളിൽ ഇങ്ങനെ വരുന്നിടത്ത് അതായിരിക്കും അവർക്ക് നല്ല വഴി. അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം തീരെ സഹിക്കാൻ പറ്റുക അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യം. കാരണം ചിലർക്കെങ്കിലും അതിനൊരു ആശ്വാസം ഉണ്ടാകും. പലരും ഇങ്ങനെ പാടില്ല എന്ന് പറയുമ്പോഴും. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിന്നെ ഒരു കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുമോ ശരിക്കും? സഭ പക്ഷേ സമ്മതിക്കുന്നില്ലല്ലോ, അവർക്ക് ഡിവോഴ്സ് ഒന്നും കൊടുക്കില്ലല്ലോ. അല്ല, ഈ മാനസിക രോഗവും തെളിവാണെങ്കിൽ സഭയും കൊടുക്കും. ഒളിച്ചു വെച്ച വേണമെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായിട്ട് സഭയുടെ നിയമം വരുമല്ലോ. ഈ ചുമ്മാ കൊച്ചു കാര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോപവാ, ചാട്ടവാ, ബഹളവാ, അങ്ങനെയുള്ളതിൽ പറ്റത്തില്ല. ബേസിക് റീസൺ ഉണ്ടെന്ന് വരിയില്ല. അതിനാണ് സഭയ്ക്കും കുടുംബ കോടതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് എല്ലാ രൂപതയ്ക്കും കുടുംബ കോടതികളും ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ സഭ അതിനോട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള വളരെ ഇങ്ങനത്തുള്ള ബേസിക്കായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സഭയും അതിന് അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ. പണ്ട് പക്ഷെ അത്രയും കൊടുക്കുകയല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഒത്തിരി മാറി. ഒത്തിരി റോമിൻ്റെ തീരുമാനങ്ങളും ഒക്കെ എല്ലാം മാറ്റങ്ങൾ വന്നല്ലോ. ഈ കരുണയോടെ നോക്കണം രണ്ടുപേരുടെയും ജീവിതങ്ങളെ, രണ്ടുപേരും ജീവിക്കണം, അവരും ഒരു കരുണ. അപ്പം പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അതിനെന്തെങ്കിലും വയബിളായ സൊല്യൂഷൻ കണ്ടെത്തി ജീവിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു വേറൊരു കല്യാണത്തിലേക്ക് അങ്ങനെയുള്ളവരെ നിർബന്ധിക്കാറുമില്ല പൊതുവില്ലേ. കാരണം ഇങ്ങനെയുള്ള അസുഖം ഉള്ളതാണെന്ന് വരിയിൽ പിന്നെ ഒളിച്ചു വെച്ചുള്ള കല്യാണമല്ലേ, അപ്പം അത് നിർബന്ധിക്കാറില്ല. പിന്നെ ഒരാൾക്ക് മാനസികമായ രോഗം വന്നു, അതിൻ്റെ മരുന്ന് കഴിച്ചു, പിന്നെ വർഷങ്ങളോളം അതില്ല, അപ്പോൾ പിന്നെ കല്യാണം കഴിപ്പിക്കാതിരിക്കേണ്ട, തെളിവാണ് മാറിയെന്നുള്ളതാണ്. ആ റിസ്ക് എടുത്ത് കെട്ടിക്കും. റിസ്ക് എടുത്ത് അത് ഒരിക്കലും വന്നു കുറേ മരുന്ന് എടുത്തു എന്നുള്ളത് തടസ്സമല്ല. പക്ഷേ കെട്ടിക്കുമ്പം കക്ഷിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ കെട്ടിക്കാവും. അപ്പോൾ ഇപ്പോൾ ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, മക്കളുടെ കാര്യങ്ങൾ വരുമ്പോൾ ചില കൊച്ചു ബുദ്ധിമുട്ടുകൾക്ക് പോലും ഇപ്പോൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലതിനും. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകാത്തവർ വളരെ ചുരുക്കമാണ്. അത് വളരെ ഓപ്പണാണ് എല്ലാവർക്കും. പക്ഷെ അതിനെയൊക്കെ ഒരു മാനസിക പ്രശ്നമാണ്, മാനസിക രോഗമാണെന്ന് മനുഷ്യൻ വ്യാഖ്യാനിക്കുകയും ചെയ്യാറുണ്ട്. അതത്ര ഗൗരവമായിട്ട് വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വന്നുകൂടെ. അതിപ്പം പൊതുവിൽ ഒരു കോമൺ ആണല്ലോ. ജീവിതത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഒരുപാട് പ്രഷർ തരുന്ന, ടെൻഷൻ തരുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്, പഴയതുപോലെ അല്ല. അപ്പം അതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് നമ്മളിലേക്കും കടന്നു വരുന്നതാണ് സാധാരണ ഇതൊക്കെ. പിന്നെ റെഗുലറായിട്ട് മെഡിക്കേഷനും ഡിപ്രഷനും ഒക്കെ ആണെങ്കിൽ അത് ഗൗരവമാണ്, അത് ചിന്തിക്കണം. വല്ലപ്പോഴൊരിക്കൽ വന്നു പോയി പിന്നെ ഇല്ലെങ്കിൽ ഓക്കെ, ജലദോഷമോ മൂക്കടപ്പൊക്കെ വരുന്ന പോലെ അങ്ങോട്ട് തള്ളിക്കളയാനേ പറ്റുള്ളൂ. ഇപ്പം വലിയ ടെൻഷൻ ഡിപ്രഷന് ഗുളിക എടുക്കുന്നു, അയ്യോ
എന്നായിരിക്കുന്ന ഷുഗറിന് എടുക്കുന്നില്ലേ, അത്ര ഇതുള്ളൂ. കൃത്യമായിട്ട് ആ ഗുളിക എടുത്തു പോയാൽ ഈ രോഗം അതുപോലെ ഷുഗർ പോലെ നിന്ന് പോകുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയുമ്പം മനുഷ്യൻ അങ്ങനെ സൈക്കോളജിക്കലി ഷുഗറിൻ്റെ ഗൗരവമല്ല ഡിപ്രഷനായിട്ട് നമ്മൾ കൊടുക്കുന്നതേ. അതൊരു സൊസൈറ്റി വരുന്നൊരു പ്രത്യേകതയാണ്. അതിപ്പം നമ്മൾ നിസ്സഹായര അതിനെ ഒന്ന് മാറ്റാനോ പറയാനോ. ഒന്ന് കാലം കഴിയുമ്പോൾ മനുഷ്യൻ കുറച്ചും കൂടെ ബോധം വെക്കുമ്പോൾ മാറുമായിരിക്കും. ഒത്തിരി കാഴ്ചപ്പാടി മാറ്റം വരാം. വേറെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ ഞാനിങ്ങനെ ഓർത്തൊരു കാര്യം, ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മനഃശാസ്ത്രം അങ്ങോട്ട് ക്ലിയർ ആകാതെ വരുമ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു വലിയ പ്രശ്നം വരുമല്ലോ. എന്നെ മനസ്സിലാക്കുന്നില്ല, നിന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലല്ലേ ഈ വിവാഹേതര ബന്ധങ്ങളൊക്കെ ശരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരുന്നത്. അങ്ങനത്തെ കേസുകളൊക്കെ അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ? ഇഷ്ടം പോലെ. എങ്ങനെ ടാക്കിൾ ചെയ്യുക വെച്ചാൽ അതിൻ്റെ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അതിനാണ് വേറെ ഒരു ക്യാപ്സൂൾ സൊല്യൂഷനൊന്നുമില്ലല്ലോ. അപ്പം ഭാര്യയോട് ഇഷ്ടമില്ലെന്ന വരിയിൽ ഏതെങ്കിലും പഴയ കൂട്ടുകാരോ സുഹൃത്തുക്കളോ, ചിലപ്പോൾ സുഹൃത്തിൻ്റെ ഭാര്യയിൽ സ്വന്തം ഭാര്യയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തുക, അതുപോലെ സ്വന്തം ഹസ്ബൻഡിന് പകരം കൂട്ടുകാരിയുടെ ഭർത്താവിൽ ഒരാളെ കണ്ടെത്തുക, അല്ലെ പഴയ കോളേജിലെ പഴയ ഓൾഡ് ഫ്രണ്ട്സിൽ കണ്ടെത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്. അപ്പം നമ്മൾ പറയും, അങ്ങനെ മോളെ ഒരു സ്ത്രീയോടാണെങ്കിൽ പറയും, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ മക്കളുടെ ഭാവിയെ അത് ബാധിക്കും. ഇതിൻ്റെ ഒരു തരത്തിലാവും ഒരുപക്ഷെ മകളിലേക്ക് അത് വരാം. ആണുങ്ങളോട് പറയും അത് മക്കളിലേക്ക് വരാം, ശ്രദ്ധിക്കണം. അപ്പം മുന്തിരിവഴികൾ തറക്കുന്നു എന്ന പടത്തിനകത്ത് ഈ മോഹൻലാൽ സ്വന്തം ഭാര്യയിൽ നിന്ന് അകന്ന് വേറൊരു പെണ്ണിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. അത് മനഃശാസ്ത്രത്തിൽ പറയും 7 വർഷം കഴിയുമ്പോൾ ആണുങ്ങൾക്ക് ചുമ്മാ വേറൊരു പെണ്ണിനെ നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതെന്താ കാരണം? ആണുങ്ങളുടെ സൈക്കോളജി അത് ചുമ്മാ ഒരു തെറ്റായിട്ട് വെറുതെ ടെൻഡൻസി. അതിന് ആധുനിക മനഃശാസ്ത്രം പഠിക്കുന്നത് 7-ാം വർഷത്തെ ചൊറിച്ചിൽ എന്നാണ്, ഇങ്ങനെ ഒരു രീതി. അപ്പം അങ്ങനെ മോഹൻലാൽ പോയപ്പോഴാണ് മോള് വേറൊരു കൂട്ടുകാരൻ്റെ പുറകെ പോയി. അപ്പം ആ ഒരു തിരിച്ചറിവ് ഈ മോഹൻലാലിലേക്ക് വരികയാണ്. അപ്പൻ്റെ വഴി വാളുമ്പോൾ മകളുടെ വഴിയും പതറാം. അപ്പോൾ അത് പേരൻസിൻ്റെ ആ തിരുത്തൽ മക്കളിലേക്ക് തിരിച്ചു. അതൊരു നല്ലൊരു ആ പടത്തിൻ്റെ മെസ്സേജായിരുന്നു. അപ്പം പലരും പടം കണ്ടുപോയാലും ഇങ്ങനെയുള്ള ബേസിക് മെസ്സേജുകൾ ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അത് എപ്പോഴും കുടുംബത്തിനും താളപ്പിഴകൾക്ക് കാരണമായിട്ട് മാറുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പടമൊക്കെ വെച്ച് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ പറഞ്ഞിട്ട് പറയും, ഇതാണ് അപകടം, ഇങ്ങനത്തുള്ള ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയൊരു തകർച്ചയിലേക്ക് കാരണമായിട്ട് മാറാം. അതുപോലെ ഒരു സിനിമയ്ക്കകത്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് ലളിതം മോഹനും സുന്ദരം അടുത്തൊരു പടം വന്നായിരുന്നു. അത് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ വഞ്ചിച്ചെടുത്തും കല്യാണം കഴിച്ചപ്പം ആണുങ്ങളെ വഞ്ചിച്ച് ഒരുത്തിയാണ് അവന് ഭാര്യയായിട്ട് കിട്ടുന്നത്. അപ്പം കൊടുത്താൽ കൊല്ലത്തും ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് ജീവിതത്തിൽ. അപ്പോൾ സിനിമയുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ച് കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. അങ്ങനത്തെ ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള കൗൺസിലിങ്ങിലൊക്കെ ഒരുപാട് പേര് വരുമ്പം അതങ്ങനെ സ്വാഭാവികമായിട്ടും തരുമല്ലേ? ശരിക്കും ബൈബിളിൽ പറയുന്നില്ല, നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് അളന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒത്തിരി ഉണ്ട്. അത് പിന്നീട് തകരുന്നതും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ഭാര്യ ഉപേക്ഷിച്ച് വേറെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ 10 ഇരട്ടി പത്തിരകാളി പോലെന്നാണ് വന്നത് ഒരു ഭർത്താവിന് കിട്ടിയത്. അപ്പം അവൻ പേടിച്ച് പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പം പന്തവും കൊളുത്തി പട എൻ്റെ അച്ഛൻ. ഞാൻ പറഞ്ഞു ഒരു മാർഗ്ഗമുള്ളൂ, പന്തളത്തിന് പോകാതിരിക്കുക, ഇവിടെ തന്നെ ഉള്ള പന്തമായിട്ട് നിൽക്കുക, പ്രശ്നമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ പശ്ചാത്തലം. സത്യത്തിലൊരു മഹാത്ഭുതം തന്നെയാണല്ലേ ഈ കുടുംബജീവിതം. കുടുംബം ഒരു പ്രത്യേകതയാണ്. കാരണം അത് ഇഷ്ടിക കൊണ്ട് കെട്ടിടവും സ്നേഹം കൊണ്ട് ഭവനവും പണിയും. അപ്പോൾ അത് ഇഷ്ടിക കൊണ്ട് പണിതാൽ ഒരു കെട്ടിടം അതിനകത്തിരിക്കാം, സ്നേഹം ഉണ്ടെങ്കിൽ അത് ഭവനമാവും. ഭവനം എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കുന്ന സ്ഥലമായിട്ട് മാറും. അപ്പം അതിന് നമ്മൾ ഈ ഭൗതിക പദാർത്ഥങ്ങളെക്കാൾ ഉപരി ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഊന്നലൊക്കെ കൊടുത്തും ചില കാര്യങ്ങൾ ഉന്നതമായൊരു മൂല്യതയെ പ്രതി ചില ചെറിയ സാധനങ്ങൾ സഹിച്ചും അങ്ങനെ വിട്ടുപോയാൽ നന്നാവും. തുടർന്നുള്ള പ്രശ്നത്തിന് ഡൈവേഴ്സ് എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. പഴയ ഈ കാരണന്മാരൊക്കെ പലപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് പലതും ഇങ്ങനെ സഹിക്കുകയും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുകയും പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. പക്ഷെ ഇന്ന് അത് വളരെ കുറവല്ലേ? ഇന്നിപ്പോൾ അങ്ങനെ അതായത് മക്കളെ പ്രതി അല്ലെങ്കിൽ ഈ അപ്പനെ സഹിക്കാനും അമ്മേനെ സഹിക്കാനും ഒക്കെ പണ്ട് കാലത്ത് എല്ലാവരും തയ്യാറാകും. കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. അപ്പൻ ശരിക്കും സൈക്കാട്രിക് പേഷ്യൻ്റാണ്. പക്ഷേ അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹിച്ചു. വേണമെങ്കിൽ അവർക്ക് ഡിവോഴ്സ് കിട്ടാവുന്ന കേസായിരുന്നു. അതുകൊണ്ട് അതിപ്പോഴും
അങ്ങനെയുള്ളവർ ഇന്നുമുണ്ട്. ഒത്തിരി പേരുണ്ട് ആ രീതിയിൽ. ഇന്നുമില്ലേ അച്ഛാ അങ്ങനെ? പിന്നെ കുഞ്ഞുങ്ങൾ, കുടുംബം, ദൈവം ഏൽപ്പിച്ച് ഞാൻ പോയാൽ പിന്നെ എല്ലാം ചെതറിയല്ലോ, എൻ്റെ ഒരു സുഖവും സന്തോഷത്തിനും വേണ്ടി എന്തിനാ എൻ്റെ മക്കളെയും കൂടെ ഭാവി കളയുന്നതെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ കുറവാണ്. സ്ത്രീകൾ കൂടുതലും അങ്ങനെ ചിന്തിച്ച് കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി നോക്കി ക്ഷമിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് വരുമ്പം ഒരു നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവത്തില്ലേ? ഏതൊരു മനുഷ്യനും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് നമ്മൾ പറയാറില്ലേ? ചിലർ പൊട്ടിയതിലേക്ക് വരും, ചിലർ നിശബ്ദതയിലേക്ക് മാറും, ചില രോഗികളുമാകും, ചിലർ കംപ്ലീറ്റ് മൗനമാകും. ഒത്തിരി പേര് അങ്ങനെയുള്ളവരാ. രോഗമാകാം, ചിലപ്പം ഭയങ്കരമായിട്ടൊന്നും ഒരു സ്ഫോടനം വരാം, ചിലപ്പം ചുമ്മാ വർത്തമാനം നിന്ന് പോകുന്ന സിമിത്തേരി പോലെ വീടങ്ങ് മാറും, മിണ്ടുകയല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ വെച്ചാൽ? ഒരു ലൈഫ് മുഴുവൻ അവരങ്ങനെ തീർക്കുമോ? അല്ല, അവരങ്ങനെ നമ്മൾ പറഞ്ഞാലും അങ്ങനെ തീർക്കുകയുള്ളൂ. നമ്മൾ പറയുകയാണ് അത് വേണ്ട അങ്ങനെയാന്ന് പറയുമ്പോൾ എന്നാൽ അച്ഛൻ്റെ പകരം വഴി പറയാൻ പറഞ്ഞാൽ നമുക്കില്ല ഇല്ല. അപ്പോൾ പിന്നെ ഇതങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ തീരുമാനത്തിന് വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ സഹനം പോലെ അപ്പോൾ ആ സഹനത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ തുരുത്ത് വരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ സപ്പോർട്ട് പോലെ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം ഒരു വലിയൊരു സഹന അന്തരീക്ഷമാണ്. ചിലപ്പം കൂട്ടുകാരെ പോലെ മരണം വരെ ജീവിക്കാൻ പറ്റുന്ന പാർട്ട്ണറെ കിട്ടും. ചിലർക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തവരെ കിട്ടും. ചിലർക്ക് 50% ഒക്കെ ആയിരിക്കും. അപ്പം ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ചെറിയ ശതമാനത്തെ വിട്ടിട്ട് ബാക്കിയുള്ള ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ച് നന്മയുടെ വഴി നടത്തുക. അത് മാത്രമേ നമുക്ക് കുടുംബത്തിൽ ചെയ്യാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതായിരിക്കും അല്ലേ? നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി, ഇതുപോലെ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടാൻ വേണ്ടി കൊച്ചുനാളിലെ നമ്മൾ ശരിക്കും കുട്ടികളോട് തീരെ കുഞ്ഞു കുട്ടികളോടൊന്നും അങ്ങനെ പറയാറില്ലെങ്കിൽ ഒരു യുവജനങ്ങളൊക്കെ ആവുന്ന സമയത്ത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ പോയാൽ ഒരുപക്ഷെ കൂട്ടുകാരിയെ പോലുള്ള ഒരാളായിട്ട് ജീവിച്ചു പോകാൻ പറ്റുമായിരിക്കും. ഏതായാലും ഇന്ന് ഒത്തിരി മനഃശാസ്ത്രം എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്കും കഴിയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാച്ചാ. താങ്ക് യു സോ മച്ച്.